നമസ്കാരം. സർപ്പപൂജയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സുദിനമാണ് ആയില്യനാൾ. ചില ആയില്യനാൾ പ്രത്യേകം പ്രാധാന്യം നൽകുന്നു. അതാണ് കന്നിമാസത്തിലെ ആയില്യനാൾ. സർപ്പം പാട്ടിൽ നാഗ ഉൽപ്പത്തിയെക്കുറിച്ച് പാടുന്ന ഒരു പദ്യമുണ്ട്. കന്നിമാസത്തിലെ ആയില്യനാളിൽ വൃശ്ചിക ലഗ്നത്തിൽ ദ്വാദശി തിഥിയും വെള്ളിയാഴ്ചയും കൂടിയ സമയത്താണ് നാഗങ്ങൾ ജനിച്ചതായി പറയുന്നത്. സന്താനങ്ങളില്ലാതെ വിഷമിച്ച കശ്യപ മഹർഷി പായസഹോമം നടത്തുകയും അങ്ങനെ അദ്ദേഹത്തിന് ജനിച്ച സന്താനങ്ങളാണ് നാഗങ്ങൾ എന്നാണ് പറയുന്നത്. കശ്യപ മഹർഷിയുടെ പത്നി, അതായത് ദക്ഷൻ്റെ പുത്രിയായ കദ്രു 1000 നാഗങ്ങൾക്ക് ജന്മം നൽകിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പത്നിയായ വിനിത, ഗരുഡൻ, അരുണൻ എന്നിവർക്ക് ജന്മം നൽകി. കദ്രുവിനുണ്ടായ 1000 നാഗങ്ങളിൽ ആദ്യത്തെ 9 നാഗങ്ങളെ നവനാഗങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. നവനാഗങ്ങളിൽ ഏറ്റവും മൂത്രപുത്രനാണ് അനന്തൻ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന ദോഷങ്ങളെ കുറയ്ക്കാൻ നാഗങ്ങൾക്ക് കഴിയുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. നാഗശാപം എന്നത് വലിയൊരു ശാപമാണ്. ആ ശാപം തലമുറകളോളം നിലനിൽക്കുന്നതാണ്. നാഗശാപം ഏറ്റാൽ സന്തതികൾക്ക് ദുരിതവും രോഗവും പകർച്ചവ്യാധിയും ഉണ്ടാകുമെന്നാണ് നാഗപുരാണങ്ങളിൽ പറയപ്പെടുന്നത്. അങ്ങനെയുള്ള നാഗശാപങ്ങളും സർപ്പശാപങ്ങളും നീങ്ങുന്നതിനായി ആയില്യനാളിൽ സർപ്പസ്തുതികൾ ചൊല്ലുന്നതും ആയില്യ പൂജ കഴിപ്പിക്കുന്നതും സർപ്പശാപങ്ങൾ ദുരിതങ്ങളെല്ലാം നീങ്ങുന്നതിനായി സർപ്പബലി 100 പാലും ആയില്യനാളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നാഗദൈവങ്ങളെ പൂജിക്കാനായി ഏറ്റവും നല്ല ഒരു സുദിനമാണ് കന്നിമാസത്തിലെ ആയില്യം. വെട്ടിക്കോട്ട് ആയില്യം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. തുലാമാസത്തിൽ വരുന്ന ആയില്യമാണ് മണ്ണാറശാല ആയില്യമായി കണക്കാക്കുന്നത്. ആയില്യനാള് പൂജ ചെയ്യുകയും ആയില്യം പൂജ ചെയ്യുന്നത് കണ്ടു തൊഴുതു കഴിഞ്ഞാൽ സന്തതിക്കുണ്ടാകുന്ന ഉയർച്ച, കുടുംബ ഐശ്വര്യം, ദാമ്പത്യ വിജയം, ഉന്നത അഭിവൃദ്ധി ഇതൊക്കെ പ്രത്യക്ഷത്തിൽ വരുന്നതാണ് വിശ്വാസം. ഭഗവാൻ മഹാദേവൻ്റെ കണ്ഠത്തിലുള്ള നാഗശ്രേഷ്ഠനാണ് വാസുകി. ഭാരതീയ പുരാണമനുസരിച്ച് പാതാളത്തിൽ വസിക്കുന്ന നാഗദേവതകളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമാണ് വാസുകിക്കുള്ളത്. നാഗമാണിക്യം അണിയുന്ന ഒരു നാഗദൈവത്തെയാണ് വാസുകിയായിട്ട് കണ്ടുവരുന്നത്. വാസുകി മഹാദേവൻ്റെ കഴുത്തിൽ മഹാദേവൻ ധരിക്കുന്നു. അതുകൂടാതെ പാലാഴി മഥനകാലത്ത് വാസുകിയാണ് ദേവന്മാരും അസുരന്മാരും കയറായി ഉപയോഗിച്ചത്. അപ്പോൾ ശൈവപരമായ പൂജകൾക്ക്
എപ്പോഴും സർപ്പദൈവങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൂടാതെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പത്മനാഭ സ്വാമി ക്ഷേത്രം ദർശനം നടത്തിയവർക്ക് അറിയാൻ സാധിക്കുന്നത് അനന്തൻ്റെ പുറത്താണ് മഹാവിഷ്ണു ശയിക്കുന്നത്. അപ്പോൾ വിഷ്ണു പൂജയ്ക്കും നാഗങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുന്നു. അഷ്ടനാഗങ്ങളെ പൂജിക്കുന്നത്, അഷ്ടനാഗ ബലി ചെയ്യുന്നതും നമുക്കുണ്ടാകുന്ന സർപ്പ ദുരിതങ്ങൾ, ശാപങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുന്നു. അനന്തൻ, വാസുകി, തക്ഷകൻ, കാർഗോടകൻ, പത്മൻ, മഹാപത്മൻ, ഗുളികൻ, ശംഖപാലൻ ഇങ്ങനെയുള്ള അഷ്ടനാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്ന സ്തോത്രങ്ങൾ ജപിക്കുന്നതും ആയില്യ പൂജ കണ്ടു തൊഴുന്നതും ഏറ്റവും ഉത്തമമാണ്. ഈ വർഷത്തെ ആയില്യനാൾ വരുന്നത്, കന്നിയിലെ ആയില്യം വരുന്നത് കൊല്ലവർഷം 1201 ആണ്ട്, കന്നിമാസം 30, 2025 ഒക്ടോബർ മാസം 16 വ്യാഴാഴ്ചയാണ്. ഈ ദിവസം എല്ലാ സർപ്പ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും, സന്തതികൾക്ക് ഉയർച്ച ആഗ്രഹിക്കുന്നവരും, കുടുംബ ഐശ്വര്യത്തിനു വേണ്ടിയും എല്ലാവരും ആയില്യ പൂജ കണ്ടുതൊഴുക. നമസ്തേ.